സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് വയനാട് അമ്പലവയലിലാണ്. അമ്പലവയൽ നേഴ്സറിയിലാണ്. ഈ കടയിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ് സാധനങ്ങൾ മൊത്തം സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ്, പിലാവ് ഐറ്റംസ്, റംബുട്ടാന്, അതുപോലെ തന്നെ ജാതി ഐറ്റംസുകൾ, അതുപോലെ തന്നെ ചെടി ഐറ്റംസുകൾ, ഡാലിയ, അതുപോലെ തന്നെ ജമന്തി ഐറ്റംസ്, ഒരുപാട് കളക്ഷൻ ഉള്ളൊരു കടയാണിത്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ താഴെ നമ്പർ കൊടുക്കണം. നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ട് തന്നെ റീറ്റെയിൽ ഐറ്റംസ് സാധനം കിട്ടുന്ന, അതുപോലെ തന്നെ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും പരമാവധി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിങ്ങാണ്ട് കാണിച്ചു തരാം. എത്ര സ്റ്റാർട്ടിംഗ് മുതൽ ഡാലിയാണ് പതിവുള്ളത്? ഡാലിയ 40 മുതൽ, കവർ സൈസ് 40 വരുന്നത്. എത്ര കളറുണ്ട് മൊത്തം? കളറ് ഒരു 10ന്റെ അടുത്തുണ്ടാവും. 10ന് മേലെ, ഡബിൾ കളേഴ്സും സിംഗിൾ കളേഴ്സും കൂടെ ഒക്കെ ആയിട്ട് 10ന് മേലേക്ക് ഉണ്ടാവണം. ബോഗൺവില്ലയും മൾട്ടി കളേഴ്സ് വരുന്നുണ്ട്, സിംഗിൾ കളേഴ്സും വരുന്നുണ്ട്. അതും ഒരു 10ന്റെ അടുത്തൊക്കെ ഉണ്ട്. 70 സ്റ്റാർട്ടിങ്. കവർ, ചെറിയ കവർ. ജമന്തി 50 രൂപ മുതൽ. ഹൈബ്രിഡും ഉണ്ട്, നാടനും ഉണ്ട്. ഇത് വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. ഇതിൽ റെഡ്, ഓറഞ്ച് അങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഫ്ലവർ വരുന്നത്. ഇത് ആന്തൂരത്തിന്റെ ലില്ലി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ പിങ്ക്, വയലറ്റ് അങ്ങനെയുള്ള കളറിൽ അവൈലബിൾ ആണ്. പിന്നെ ചോക്ലേറ്റ്, റെഡ്, ഓറഞ്ച്, പീച്ച്, വൈറ്റ്, സീബ്ര, ഇതിലുണ്ട് സീബ്ര, ഇതുപോലെ ഒരു കളർ. അങ്ങനെ ഒരുപാട് വെറൈറ്റീസിൽ കളേഴ്സിലും അവൈലബിൾ ആണ്. ഇത് 30 രൂപയാണ്. ഇത് റോസിന്റെ സെക്ഷനാണ്. ബെഡ് തൈകളും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളും ലഭ്യമാണ്. പിന്നെ ബ്ലാക്ക് റോസ് ഉണ്ട്, ഓർക്കിഡ് റോസ് ഉണ്ട്. ഇതാണ് ബ്ലാക്ക് റോസിന്റെ ഫ്ലവർ. 90 രൂപയാണ് ഇതിന്റെ വില. ഇതൊരു പുതിയ വെറൈറ്റി ചെടിയാണ്. പിങ്ക് ക്യൂൽ എന്നാണ് ഇതിന്റെ പേര്. പിങ്ക് കളറുള്ള തൂവൽ, അത് തന്നെയാണ് ആ ചെടിയുടെ പേരും, അതുപോലെ തന്നെയാണ് അതിന്റെ ഫ്ലവർ. സ്വാക്കിന്റെ ഇൻഡോർ സെക്ഷൻ ആണിത്. ഇവിടെ അഗ്ലോണിമ, കലാത്തിയ, CC പ്ലാന്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കാറ്റക്സിന്റെ വെറൈറ്റീസ് ആണ് ആ കാണുന്നത്. കാറ്റക്സിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. കുറഞ്ഞ വിലയിലുള്ള കാറ്റക്സുകളും, സക്കുലന്റുകൾ, സാൻസേറിയ, സ്നേക്ക് പ്ലാന്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ലിപ്സ്റ്റിക്കിന്റെ ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിന്റെ അപ്പുറത്ത് ബിലീറ്റിയ എന്ന് പറയുന്ന ചെടിയാണ്. പിന്നെ ചെറിയ കവറിലുള്ള അഗ്ലോണിമകൾ, അങ്ങനെയുള്ളതൊക്കെ അവൈലബിൾ ആണ്. ഇത് ജമന്തി സെക്ഷൻ ആണ്. ജമന്തിയുടെ ഹൈബ്രിഡും നാടൻ വെറൈറ്റീസും അവൈലബിൾ ആണ്. 50 രൂപയാണ് വില. ഒരുപാട് കളേഴ്സ് ഉണ്ട്. വെള്ള, മഞ്ഞ, പച്ച കളർ, വയലറ്റ്. പിന്നെ ഇത് സ്പൈഡർ ആണ്. സ്പൈഡർ ജമന്തി എന്നാണ് അതിനെ പറയുന്നത്. തൊട്ടപ്പുറത്ത് ഗ്രീൻ ജമന്തി ഉണ്ട്. ഇതിന്റെ ഫ്ലവറിൽ ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. അതൊരു പുതിയ വെറൈറ്റിയാണ്. പക്ഷേ വാഴത്തൈകളാണ്. G9 എന്ന വെറൈറ്റിയാണ്. മോഹിത് നഗർ എന്ന് പറയുന്ന കൗന്തൈയാണ്. തൊട്ടപ്പുറത്ത് ഇന്റർമംഗള, 3.5 കൊല്ലം കൊണ്ട് കായി വരുന്നത്. തീയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന കുരുമുളകാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ നന്നായിട്ട് കുരുമുളക് കിട്ടും ഇതിന്ന്. ഫ്രൂട്ടിന്റെ തൈകളാണ്. 20 രൂപയാണ് വില. ജൂണിയ പ്ലാന്റ് ആണ്. ഇതിന്റെ ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും അവൈലബിൾ ആണ്. ഒരുപാട് കളേഴ്സിലുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. സീസണൽ പ്ലാന്റ് കൂടിയാണ്. 1.5 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ പ്ലാവിന്റെ തൈകളാണ്. 160 രൂപ മുതൽ തൈ ലഭ്യമാണ്. ഇത് ബോട്ടിൽ ബ്രഷ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. അതിന് നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും. ലീഫ് അരേലിയാണ്. അതിൻ്റെ തൊട്ട് പുറകിലുള്ളത് സിൽവർ പൈൻ ആണ്. അതിൻ്റെ അപ്പുറത്ത് പെൻസിൽ പൈൻ ആണ്. അതിലൂടെ യുജീനിയ, പിന്നെ സ്പോഡോകാർപ്പസ്, ബോട്ടിൽ ബ്രഷ്. ഇത് ബോർഡർ പ്ലാന്റ് ആണ്. നമുക്ക് വീടുകളിലൊക്കെ അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ ബോർഡർ ചെയ്യാൻ പറ്റുന്ന വെർട്ടിക്കൽ ചെയ്യാന്നാണ് ഞങ്ങൾ പറയുന്നത്. ആൾട്ടർനേന്ത എന്നാണ് ശരിക്കുള്ള പേര്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഡിസംബർ ലേഡിയാണ്. ഇതൊരു നവംബർ, ഡിസംബർ ആ ഒരു ടൈം ആകുമ്പോഴാണ് ഈ ചെടിയിലേക്ക് ഈ വെള്ള കളർ വരുന്നത്. അതൊരു മാർച്ച് വരെയൊക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പച്ച കളറിലേക്ക് വരും. അതിൻ്റെ തൊട്ട് പുറകിലുള്ളത് യുജീനിയാണ്. യുജീനിയയുടെ 50 രൂപ മുതലുള്ള തൈകൾ ലഭ്യമാണ്. ഇത് പോട്ടിലും വലിയ കവറിലുമായിട്ട് ചെയ്തിട്ടുള്ള യുജീനികളാണ്. ഇത് തൂജയാണ്. തൂജയുടെ വെരിഗേറ്റഡ് ആണത്. ഇതിൽ പച്ചയും വെള്ളയും കളറായിട്ടുണ്ടാവുന്ന കുറച്ച് വലുതാവുന്ന പ്ലാന്റ് തന്നെയാണ്. ഇത് ക്രോട്ടൺ ട്രീ ആണ്. പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്ന ചെടിയാണിത്.
പണ്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വെട്ടിക്കാവുന്ന ചെടി വീണ്ടും വിപണിയിൽ എത്തി തുടങ്ങിയതാണ്. ഇത് പണ്ട് മുതലേ കാണുന്ന ഒരു പ്ലാന്റ് ആണ്, അർക്കേരിയ എന്ന് പറയുന്നത്. പണ്ടൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും വലിയ മരം ആവുന്നതുകൊണ്ടൊക്കെ ഒച്ചു കളയൊക്കെയാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഗാർഡൻ സെറ്റിങ്സിനൊക്കെ ആയിട്ട്. ജിഞ്ചർ പ്ലാന്റ് ആണ്, അതിൻ്റെ റെഡും വൈറ്റും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും ഗാർഡൻ വർക്കിന് വേണ്ടിയിട്ട് അധികമായിട്ട് പോകുന്നൊരു പ്ലാന്റ് ആണ്. യൂട്ടിയാണിത്, ഇതും ഗാർഡൻ വർക്കിന് തന്നെയാണ് അധികം പോകുന്നത്. ഇപ്പോൾ വീടുകളിലും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ തെങ്ങുകളുടെ വെറൈറ്റീസ് ഉണ്ട്. തെങ്ങ് കുള്ളൻ തെങ്ങുണ്ട്, മലേഷ്യൻ ഗ്രീൻ, ബ്രൗണ്, ഗംഗാബോണ്ടം, ഡീൻഡുറ്റി, സന്നഗി, നാടൻ തെങ്ങ്, കുറ്റ്യാടി, ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ സെക്ഷനാണ് ഇത്. സാധാ യെല്ലോ ബാമ്പു മുതൽ ഗോൾഡൻ, വെരിഗേറ്റഡ്, ഇങ്ങനെ സിൽവർ ഡ്രാഗൺ, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ബാമ്പൂവിൽ. അത് 60 രൂപ മുതലാണ് ബാമ്പുവിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നൊരു വെറൈറ്റി. ലീഫ് കുറച്ച് വീതി കൂടിയിട്ട് വെള്ളയും പച്ചയും കളറിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇതതിൻ്റെ വെരിഗേറ്റഡ് എന്ന് പറയുന്നത്. അതിനേക്കായി ഇലയ്ക്ക് കുറച്ച് വീതി കുറവാണ്, വെള്ളയും പച്ചയും കളർ തന്നെയാണ്. ഒരു പ്ലാന്റ് ആണ് ഇതും. തണൽമരം പോലെ തന്നെ ഉണ്ടാവും. ഇതും ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഇലഞ്ഞിയാണ്, തണൽമരമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. റിസോർട്ട് വീടുകളിലേക്കൊക്കെ ഇപ്പോൾ അധികവും കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനത്തെ ടൈപ്പൊക്കെ. പിന്നെ ഇത് റെഡ് പാമാണ്, ഇതും ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇത് ടെർമിനാലിയൊക്കെ ഇപ്പോൾ അധികം ഗാർഡൻ വർക്കിന് കൊണ്ടുപോകുന്ന ടൈപ്പ് തന്നെയാണ്. അതിൽ 2 ടൈപ്പ് വരുന്നുണ്ട്, ഒന്ന് ഗ്രീനും പിന്നെ ഒന്ന് വെരിഗേറ്റഡും. ഇതും തണൽമരം തന്നെയാണ്, ഫൈക്കസ് ബ്ലാക്ക് എന്ന് പറയും. നല്ല തണൽമരമാണ്, നന്നായിട്ട് വേരിറങ്ങുന്ന ഒരു മരം കൂടിയാണ്. കിലോപേരയാണ്, ഇത് ചെമ്പകമാണ്, ഗോൾഡൻ ചെമ്പകമാണ് ഇത്. പിന്നെ സീതാപ്പഴമുണ്ട്, ചെറുനാരകം കുരു ഇല്ലാത്തതുണ്ട്. ഇത് നെല്ലിയാണ്, നെല്ലി ശരിക്കും ഒരാളുടെ പൊക്കമൊക്കെ ഉണ്ട്, ബെഡ് നെല്ലിയാണ്. ഞാവലുണ്ട്, ഞാവല് കറുപ്പും വെള്ളയും ഉണ്ട്. അതുപോലെ ഇപ്പം നമ്മളടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഗംലസ് ജാക്ക്, സീഡ് ഫ്രീ, സിന്ദൂർ ജാക്ക്, പിന്നെ വിയറ്റ്നാം സൂപ്പർ അർലി, റെഡ് ജാക്ക്, J33 അങ്ങനെയുള്ളതൊക്കെയാണ്. കായ് ഉണ്ടാവുന്ന ടൈപ്പാണ്. റെഡ് ജാക്ക് ഉള്ളിൽ നല്ല റെഡ് കളറായിരിക്കും. പിന്നെ J33 എന്ന് പറയുന്നത് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ളൊരു ചക്കയാണ്. ഈസാണ്. ഇതിൽ ഒളോറുണ്ട്, ഹിമപസന്ത് ഉണ്ട്, കലാപ്പാടി ഉണ്ട്, തായ്മാവുണ്ട്, മല്ലിക, പിന്നെ മൂവാണ്ടൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കോട്ടൂർ കോണം, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ പൂവിടുന്ന സമയമാണ്. വെറൈറ്റീസാണ് ഇത്. N80 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്, കുരുവിൽ നിന്ന് വിട്ട് വരുന്ന ടൈപ്പാണിത്. പിന്നെ ഇതിൻ്റെ യെല്ലോ ഉണ്ട്, റോങ്ഗ്രീൻ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്, ബിഞ്ചായി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് കേഷ്യ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ പൂവ് ഒരു ഔഷധം കൂടിയാണെന്നാണ് പറയണേ. പ്രഷർ, ഷുഗർ അതിനുള്ളൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. ഭൂട്ടാൻ്റെ വലിയ ടൈപ്പാണ്. N18, റോങ്ഗ്രീൻ, അതൊക്കെ ഇതിലും വരുന്നുണ്ട്. അത്യാവശ്യം കായ്ക്കാൻ പ്രായമായ ടൈപ്പാണ് ഇതൊക്കെ. ഇതിൻ്റെ ലീഫിനും അതുപോലെ തന്നെ ഒരു ചേഞ്ച് വരും ഫ്ലവർ വരുന്നതിനനുസരിച്ച്. പിന്നെ അതിൽ വൈറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം 210 രൂപയാണ് റേറ്റ് വരുന്നത്. ഐറോപ്പൽ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഓൾ ടൈം ഫ്ലവറിംഗ് ആണ് ഇതിന്. മഴക്കാലത്ത് നന്നായിട്ട് ഫ്ലവർ ചെയ്യും. അതിൻ്റെ 2 കളറാണുള്ളത്. ഒന്ന് റൂബി റെഡ് പറയുന്ന ഈ ഒരു കളറാണ്, പിന്നെ ഓറഞ്ച്. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ അമ്പലവയൽ റെസ്റ്റ് ഹൗസിലാണ്. നഴ്സറിയുടെ പേര് സൗത്ത് വയനാട് അഗ്രി സെൻറ്റർ, സ്വാക്ക് എന്നാണ്.